ഹലോ ഗൈസ്, ഞാൻ തിരുവോണ ദിവസം എടുത്തൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരുപാട് ലേറ്റ് ആയിപ്പോയി അപ്ലോഡ് ആക്കാനായിട്ട്. അപ്പോൾ ഇന്നാണ് എനിക്ക് ടൈം കിട്ടിയത്. അപ്പോൾ ഇന്ന് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ തിരുവോണത്തിന് ഞാൻ വലിയൊരു അത്തപ്പൂക്കളം ഇട്ടത്. അപ്പോൾ അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോഴത്തേക്കും ഞങ്ങൾ കുടുംബ വീട്ടിൽ പോയാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ സാമ്പാർ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടികൾ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാനൊരു വലിയ കുക്കർ എടുത്ത് ഒരു ഗ്ലാസ് പരിപ്പ്, സാമ്പാർ പരിപ്പ് അതിനകത്ത് ഇട്ടു. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ പരിപ്പ് വെന്ത് റെഡിയായിട്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ കഷ്ണങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് കഷ്ണങ്ങൾ നമ്മൾ മലക്കറി എല്ലാം എടുത്തിട്ട് ഒരു കായുണ്ട്, 2 മുരിങ്ങയ്ക്ക, കുറച്ച് ബീൻസ്, ഒരു കഷ്ണം മത്തങ്ങ, പിന്നെ ഇനിയും ഉണ്ട് കഷ്ണങ്ങളെ, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെന്താ ഒരു ചേന ഇച്ചിരി ചേന അത് ഫുൾ വേണ്ട, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഒരു സവാള, ഒരു വെണ്ടയ്ക്ക, പടവലങ്ങ, കുറച്ച് വെണ്ടയ്ക്ക, പച്ചമുളക്, അങ്ങനെ നമ്മൾ എല്ലാ കഷ്ണങ്ങളും എല്ലാ വെജിറ്റബിൾസ് നമ്മൾ എടുത്ത് ഇനി ഇതെല്ലാം നമുക്ക് പിന്നെന്താ കൂടാതെ ഒരു കഷ്ണം വെള്ളരിക്ക, ഒരു ക്യാരറ്റ്, പിന്നെന്താ ഒരു തടിയങ്ക, ഇവ നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ ഓരോ സെറ്റായിട്ട് ഞാൻ എല്ലാം, അപ്പോൾ ഒരുപാട് ലേറ്റായി പോയേ, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതെല്ലാം കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ വേവാൻ വെച്ചേക്കുന്ന പരിപ്പില്ല, അത് ഓൾറെഡി കുറച്ച് ഇതാക്കി വെന്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ചേർത്തു. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുവാണേ. എന്നിട്ട് ഇനി ബാക്കി കഷ്ണങ്ങളും കൂടെ ഉണ്ട്. അപ്പം അതും കൂടെ നമുക്ക് മുറിച്ച് കൊണ്ടുവന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ നമുക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബാക്കി വെജിറ്റബിൾസും കൂടെ നല്ലോണം കഷ്ണങ്ങളാക്കി നമ്മൾ ചേർത്ത് കൊടുക്കുവാണേ. പിന്നെ ഞങ്ങൾ കുടുംബ വീട്ടിൽ പോയാണ് തിരുവോണത്തിന് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോഴത്തേക്ക് എന്നെ ഏൽപ്പിച്ചേക്കുന്നത് സാമ്പാറും അവിയലും പായസവും ആയിരുന്നു. അപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ടൈം ഒരുപാട് പോയി. അപ്പോൾ പിന്നെ ഞാൻ ഈ ചേർക്കുന്നത് എന്താ പറയുമ്പോൾ പൊടികളൊക്കെ ഉപ്പുണ്ട്, മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കുറച്ച് ജീരകം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ് നമ്മുടെ സാമ്പാറിൻ്റെ കൂട്ടിലോട്ട്. എന്തൊക്കെയാണെന്നറിയാവോ? ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെന്താ ജീരകം. അപ്പോൾ എല്ലാം ആഡ് ചെയ്ത് ഇനി നമ്മൾ ഇനി 2 ഐറ്റംസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവേ. എന്താണെന്നറിയാമോ? സാമ്പാർ പൊടി, അത് ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ സാമ്പാർ പൊടി ഒരു 3-4 സ്പൂണ് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എരിവ് ഒരുപാട് കൂടും. ഇപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയേ ഇട്ടുള്ളൂ, കാരണം എരിവുള്ള മുളക് പൊടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ എന്താ അറിയാമോ? കായപ്പൊടി നമ്മൾ കായം അറിയത്തില്ലയോ? ആ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്തിനാണെന്നറിയാമോ? വിസിൽ വരാനായിട്ട്. അപ്പോഴെന്താ അറിയാമോ? വിസിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്താ അറിയാമോ? നമ്മുടെ സാമ്പാറൊക്കെ അടിപൊളിയായിട്ട് വെന്ത് ഇരിക്കും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് വിസിലൊക്കെ വന്നു. അപ്പം നമ്മുടെ സാമ്പാർ റെഡിയായി. കുറച്ച് നേരമൊക്കെ അതിനകത്ത് വെച്ചേക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ തുറന്നിട്ട് എന്താ അറിയാമോ? നല്ല ഫ്രഷ് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ സമയം പോയി. വീഡിയോ ഏട്ടൻ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വഴക്ക് കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ 1 മണി 1:30 ആയിക്കഴിഞ്ഞ് അത്തപ്പൂക്കളം പാചകം എല്ലാം. അപ്പോൾ ഞാൻ വളരെ പേടിച്ച് അവിയലിനുള്ള അരപ്പ് റെഡിയാക്കുവാണേ. അപ്പം ഇനി പായസവും വെക്കണം. അപ്പോൾ പായസവും അടുപ്പത്ത് പാല് കാച്ചിക്കൊണ്ട് ഇരിക്കുവാണേ. ഒരു പാത്രത്തിൽ, നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ 2 കവർ പാല് ഒഴിച്ച് അത് കാച്ചാനായിട്ട് വെച്ചു.
നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയായി വരാനായിട്ട് ഒരു കൊച്ചു കുക്കറിൽ അവിയലിൻ്റെ കഷ്ണങ്ങളിട്ട് വേകാനായിട്ട് ഞാൻ വെച്ചേക്കുക. അപ്പോൾ ഏട്ടൻ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു, സമയം ഒത്തിരി പോയോണ്ട്. അപ്പോൾ ഞാൻ ധൃതി പിടിക്കുവാണേ. അപ്പോൾ 2 കവർ പായസം, ഇൻസ്റ്റൻറ്റ് പായസം മിക്സ്, ഇൻസ്റ്റൻറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഇൻസ്റ്റൻറ്റ് നല്ല വെള്ള സേമിയ പായസം മിക്സ് പാലിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തേ. എന്നിട്ട് കണ്ടില്ലേ, നല്ല അടിപൊളി നല്ല മണമായിരുന്നു. അങ്ങനെ നമ്മുടെ പായസം റെഡിയായിക്കൊണ്ട്, ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനകത്ത് തന്നെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പായസം നമ്മൾ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഏട്ടൻ്റെ അടുത്തുനിന്ന് വീഡിയോ എടുക്കുന്നതിന് വഴക്കും കിട്ടി. എന്തായാലും നമ്മൾ പുറകോട്ട് നമ്മളില്ലല്ലോ, നമ്മൾ മുന്നോട്ടല്ലേ. നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. അവസാനം എന്തായാലും പായസമൊക്കെ റെഡിയായി. പിന്നെന്താ, നമ്മുടെ അവിയലും അതിൻ്റെ ഇടയിൽ റെഡി. ഹലോ ഗൈസ്, ഇത് ഈ തിരുവോണ ദിവസത്തെ എൻ്റെ പാചകമൊക്കെ കണ്ടല്ലോ. പിന്നെ ഇത് ഇന്നത്തെ ധൃതി പിടിച്ചുള്ള ഇന്നും എനിക്ക് ഏട്ടനടുത്തു നിന്ന് നല്ലോണം വഴക്ക് കിട്ടിയായിരുന്നു. അപ്പം ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് എന്നറിയുമോ, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. അപ്പോൾ 3 ഉരുളക്കിഴങ്ങ് എടുത്ത് നല്ല കുറച്ചും കൂടെ കനം കുറയ്ക്കണമായിരുന്നു. പക്ഷേ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഏട്ടൻ്റെ നല്ല വഴക്കും കൂടെ കിട്ടിയത് പ്രമാണിച്ച് ധൃതി പിടിച്ച് എല്ലാം കട്ട് ചെയ്ത് ഒരു പാനിൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതൊക്കെ വെച്ചിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് വേവാനായിട്ട് വെച്ചേക്കുവാണ്. ഇത് വെന്ത് വരെ സത്യം പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടൈം വേണം, കാരണം അത് വേവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പിന്നെ ഞാൻ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. കുറച്ച് എല്ലാം കൂടെ പെട്ടെന്നൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട്, കാരണം നമുക്ക് ടൈം ഇല്ലല്ലോ. അപ്പോൾ ഇത് ഭയങ്കര ബിസിയായിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പോഴത്തേക്കും അപ്പോൾ ഏതൊക്കെ പൊടികളാണ് ഞാൻ എടുത്തതെന്ന് അറിയാമോ? ഉപ്പ്, മുളക് പൊടി കുറേശ്ശെ മതി. ഇന്നിപ്പോൾ ഇച്ചിരി കൂടിയിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മസാല പൊടിച്ചത്, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ, അത് ഗരം മസാല പൊടിച്ചത്, അതും കൂടെ നല്ലോണം ചെറുതായിട്ട് പൊടിച്ചത്, അതും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഞാൻ ഇളക്കി കൊടുക്കുവാണേ. ഇനി അത് അവിടെ ഇരുന്ന് നല്ല പോലെ, പിന്നെ ഈ പാത്രം ഇച്ചിരി വിശാലമായ പാത്രം ആയതുകൊണ്ട് അത് അടയ്ക്കാനും പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ അത് അടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ചെറുതായിട്ടൊന്ന് തീയും കൂടെ കുറച്ച് കൊടുത്താൽ വെന്ത് കിട്ടും. ഇതിപ്പം തൽക്കാലം ഞാൻ കുറച്ച് നേരം വെച്ചു. എന്തായാലും കുറച്ച് പരുവത്തിൽ വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്ത് മൊരിച്ച് എടുക്കാൻ നോക്കുവാണേ നമ്മുടെ മെഴുക്ക് വരട്ടി. അപ്പോൾ ഇന്ന് ഇച്ചിരി കുഴഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും ടേസ്റ്റിയൊക്കെയാണ്. നമ്മൾ എണ്ണ ഇട്ട് നല്ലപോലെ മൊരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സീസണിങ്ങും കൂടെ നമ്മൾ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ സീസണിങ് കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി നല്ല റെഡിയാക്കി നമ്മുടെ ചൂട് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെഡിയാക്കി. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നൊരു വീഡിയോയും കൂടെ ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ എല്ലാം എൻ്റെ കുറേ വഴക്ക് ഇതിൻ്റെ ഇടയിലെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ പുറകോട്ട് പോകത്തില്ല, നമ്മളെപ്പോഴും മുന്നോട്ട് തന്നെ പോകും. വീഡിയോ എടുക്കണമെന്ന് തീരുമാനിച്ചു, കുക്കിംഗ് വീഡിയോ എടുക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, പിന്നെ കാണാം. ലവ് യു ഓൾ.